പാലക്കാട്ട് ബി.ജെ.പി പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. അഞ്ചുവിളക്കിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയായിരുന്നു പ്രകടനം. തുറന്ന ജീപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥികൾക്കൊപ്പം നീങ്ങിയ പ്രധാനമന്ത്രി റോഡിന് ഇരുവശവും കാത്തുനിന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. പാലക്കാട്, പൊന്നാനി മണ്ഡലങ്ങളിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥികളാണ് റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്തത്. 2 മാസത്തിനിടെ 5ാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്. നിഖിൽ പ്രമേഷുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, എത്രത്തോളം ആവേശകരമായിരുന്നു റോഡ് ഷോ? ഒപ്പം ഇത് പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഏത് തരത്തിൽ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ? വലിയ ആവേശം പ്രകടമായിരുന്നു ഗോകുൽ, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതാണ്ട് 20 മിനിറ്റ് മാത്രമേ ഈ റോഡ് ഷോ നീണ്ടു നിന്നുള്ളൂ എന്നിരിക്കപ്പോലും ഇരുഭാഗങ്ങളിലും അദ്ദേഹത്തെ കാണാൻ ഇത്തരത്തിലുള്ള ബാരിക്കേഡുകൾക്ക് സമീപത്ത് ഒരുപാടധികം ആളുകൾ എത്തിച്ചേർന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അട്ടപ്പാടിയിൽ നിന്നടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയെ വളരെ പ്രസന്നവതനായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ ഈ റോഡ് ഷോ അവസാനിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസിന് പരിസരത്താണ് ഉണ്ടായിരുന്നത്. അവിടേക്കൊക്കെ എത്തുമ്പോഴേക്കും അദ്ദേഹം വളരെയധികം സന്തോഷവാനായിരുന്നു. അദ്ദേഹം വളരെയധികം പുഞ്ചിരിച്ചുകൊണ്ട് ആളുകളെ അഭിവാദ്യം ചെയ്തും കൈകൂപ്പി കാണിച്ചും അദ്ദേഹത്തിന് നേരെ പുഷ്പവൃഷ്ടി നടത്തുന്ന ആളുകളോട് ചിരിച്ചുമൊക്കെയാണ് കടന്നുപോയിരുന്നത്. അതിനുശേഷം നമ്മൾ കെ സുരേന്ദ്രനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് വലിയ വിജയപ്രതീക്ഷ ഈ സാഹചര്യങ്ങൾ കാണുമ്പോൾ പ്രധാനമന്ത്രി പങ്കുവച്ചു എന്നുള്ളതാണ്. ഇത്രയധികം ആളുകൾ അണിനിരക്കുന്നുവെങ്കിൽ പാലക്കാട് ഇത്തവണ വിജയം സുനിശ്ചിതമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായം പങ്കുവച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കെ സുരേന്ദ്രൻ പറഞ്ഞത് വീണ്ടും അദ്ദേഹത്തോട് പാലക്കാട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനും തൃശ്ശൂരിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കാനും സംസ്ഥാന നേതൃത്വം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാണ്. എന്തായാലും വലിയ ആവേശം പ്രവർത്തകരിൽ കാണാമായിരുന്നു. അതിന്റെ തിരക്കാണ് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. ഇപ്പോഴും പൂർണ്ണമായി ഈ റാലിക്ക് എത്തിച്ചേർന്ന ആളുകൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടില്ല. ഏതാണ്ട് 10 മിനിറ്റ് മുൻപാണ് പ്രധാനമന്ത്രി ഈ റോഡ് ഷോ പൂർത്തിയാക്കിയ ശേഷം മേഴ്സി കോളേജ് മൈതാനത്തേക്ക് തന്നെ പോവുകയും അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കോയമ്പത്തൂരിലേക്കും തുടർന്ന് സേലത്തേക്കും പോകുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ ആവേശം പ്രകടമായിരുന്നു പ്രവർത്തകരിൽ എല്ലാവരും. ഏതായാലും പാലക്കാട് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പൂർത്തീകരിക്കുന്നു. ഇനി സേലത്താണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ അടുത്ത റോഡ് ഷോ. പാലക്കാട്, പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം. വലിയ ആവേശം അത് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയെന്ന് തന്നെയാണ്.